ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്, കറണ്ട് ഫീലിങ്സ് ആണ്. നമുക്ക് നോക്കാം. കാർഡ് ഷിഫ്റ്റ് ചെയ്യാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. റീഡിംഗ് കാണാൻ ശ്രമിക്കുക. പേജ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്, ഹിയറോഫിന്റ്, ഏസ് ഓഫ് വാൻഡ്സ് റിവേഴ്സ്, ടെൻ ഓഫ് സോർഡ്സ്, ഹെർമിറ്റ്, സ്റ്റാർ, മൂൺ, ക്യൂൻ ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്. 3 കാർഡ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഈ 3 കാർഡ് കൂടി മതി. 7 of Pentacles, 8 of Wands, 2 of Swords. അപ്പോൾ ലാസ്റ്റ് കാർഡിൽ നിന്ന് നമുക്ക് ആദ്യത്തെ കാർഡിലേക്ക് പോവാം. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, റീഡിംഗ് കാണാൻ ശ്രമിക്കുക. നോക്കാണ്. ഇവിടെ ആദ്യത്തെ കാർഡ് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ് ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസിനെ കാണിക്കുകയാണ്. പെൻറ്റക്കിൾസ് നിങ്ങളിലേക്ക് എത്താണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ്. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യത്തിൽ നിങ്ങൾക്ക് നേട്ടമാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ ഹാർവസ്റ്റ് എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള പ്രവൃത്തിയിൽ നിങ്ങൾക്ക് നേട്ടത്തെ കാണിക്കുകയാണ്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും അത് റൈറ്റ് ഡയറക്ഷൻ ആണ് എന്ന് പറയുന്നു. നിങ്ങളുടെ വലുതും ചെറുതുമായിട്ടുള്ള ആഗ്രഹത്തെയാണ് ഏറ്റവും വാൻസ് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടാവും, വലുതുണ്ടാവും. ഇവിടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും യൂണിവേഴ്സ് കാണുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട് എന്നാണ്. ആ ആഗ്രഹങ്ങൾ നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അതൊക്കെ സാധിപ്പിച്ച് തരുന്നുണ്ട്. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അപ്കമിങ് പോസിറ്റീവ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ അത്രയേറെ വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇരുന്നോളൂ കേട്ടോ. നിങ്ങൾക്കുള്ള റീഡിങ് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ 2 of Swords നിങ്ങളിന്ന് മാറിപ്പോയിട്ടുള്ള വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. കണ്ണ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഓപ്ഷൻ ആയിരുന്നു, ചോയ്സ് ആയിരുന്നു എന്ന് പറയാണ്. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലും കാണിക്കുന്നു. കണ്ണ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അവർ ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട്. കാരണം നിങ്ങളുടെ സ്നേഹം അവർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ആ ഒരു സ്നേഹത്തിന്റെ ആഴം മനസ്സിലാകുന്നുണ്ട്. അവരുടെ ചിന്തകളെ, അവരെടുക്കാൻ പോകുന്ന ആക്ഷനെയാണ് കാണിക്കുന്നത്. കണ്ണ് ബന്ധിക്കപ്പെട്ടിരുന്നാലും ഇപ്പോൾ തിരിച്ചറിവ് വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഇവിടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്കും കാണിക്കുന്നുണ്ട്. ഇവിടെ ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളാണെന്ന തിരിച്ചറിയാണ്. ഇരുളിൽ നിന്നും പ്രകാശം എന്ന് പറയുന്നത് നിങ്ങളാണ്. ഒരു പോസിറ്റീവ് എനർജി നിങ്ങളാണ് എന്നവർ തിരിച്ചറിയുന്ന നിമിഷത്തെ കാണിക്കുകയാണ്. ആക്ഷൻ എടുക്കുകയാണ്. ക്യൂൻ ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. തോട്ട് ലീഡറെ പോലെ ചിന്തിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു. അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. എക്സലന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആണ് അവർ. ഹോണസ്റ്റ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. ചില വ്യക്തികളുടെ ഇടപെടലാണ് നിങ്ങളും അവന് സെപ്പറേഷൻ വരാൻ കാരണം എന്ന് പറയുന്നു. അപ്പോൾ കുറച്ച് കള്ളങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അവർ പോയിട്ടുണ്ട്. ഇവിടെ ഇന്ന് സത്യം മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം. എന്ത് സത്യം? നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം അത് മനസ്സിലാക്കുന്ന നിമിഷമാണ് കാണിക്കുന്നത്. തിരിച്ചറിവ് വരുന്നുണ്ട്. സീക്കിംഗ് ട്രൂത്ത് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കാണിക്കുകയാണ്. ക്യൂൻ ഓഫ് വാൻഡ്സിന്റെ എനർജി. അപ്പോൾ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനായിട്ട് അതൊരു കാരണമാണ് എന്ന് പറയുന്നു. ഇവിടെ അവരെ ഫോളോ ചെയ്യുന്ന വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ടാണ് അവരെ തേടി ഒരുപാട് പേര് വരുന്നതായിട്ട് കാണിക്കുന്നത്. മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് അവർ ആ പ്രവൃത്തി ചെയ്യുന്നത് തന്നെ. ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ അവർ അവരുടെ പാഷനെ ഫോളോ ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ചെയ്യാത്തൊരു കാര്യമാണ്. നിങ്ങളാണ് അവിടെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് അവർക്ക് മാറിയിട്ടുള്ളത്, അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാണ്. ഇവിടെ മൂണിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ആദ്യമൊക്കെ നിങ്ങളെന്നും നിങ്ങളുടെ പേഴ്സൺ മാറിപ്പോകുമ്പോൾ അവർക്ക് ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല. അൺകോൺഷ്യസ് മൈൻഡിലായിരുന്നു എന്ന് പറയാണ്.
ഒരു ഇല്യൂഷനിൽ പെട്ടതുപോലെ ആയിരുന്നു എന്ന് പറയാണ്. അവിടെ നിന്നും തിരിച്ചറിവ് വരുമ്പോൾ ഇപ്പൊ നമ്മളുടെ മുൻപിൽ ഒരുപാട് വഴികളുണ്ട്. ഏത് വഴി പോകണം? ഏതിലെ പോയാലും ശരിയാവാ? അങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് സാധിക്കാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അവർ പാസ്റ്റിൽ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് സത്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരെ വിശ്വസിക്കണമെന്ന് അവർക്ക് അറിയുന്നുണ്ടായില്ല. ഒരുപാട് ഭയപ്പെട്ടിരുന്നു. അവരുടെ ജീവിതം തന്നെ എങ്ങനെയാകുമെന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടായില്ല. ആ ഒരു എനർജിയിൽ നിന്ന് മാറ്റാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് അവരെ തന്നെ ട്രസ്റ്റ് ചെയ്യാണ്. നമ്മൾ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെ ട്രസ്റ്റ് ചെയ്യുക? ചുറ്റുമുള്ള എനർജീസിനെയാണോ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? അല്ല. ഇപ്പൊ നിങ്ങളാണെങ്കിൽ കൂടിയും, എന്റെ റീഡിംഗ് കാണുന്ന നിങ്ങളാണെങ്കിൽ കൂടിയും മറ്റുള്ളവരുടെ വാക്കിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മളെ തന്നെ സ്നേഹിച്ചിട്ട് നമ്മൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ഫോളോ ചെയ്യാനാണ് പറയുക. അപ്പോൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ദിശ യൂണിവേഴ്സ് കാണിച്ചു തരും. കാരണം നമ്മൾ മറ്റുള്ളവരെയല്ല ട്രസ്റ്റ് ചെയ്യുന്നത്, നമ്മളെ തന്നെയാണ്. നമ്മളെ തന്നെ ചീറ്റ് ചെയ്യോ? ഇല്ല. മറ്റുള്ളവർ നമ്മളെ ചീറ്റ് ചെയ്താലും ഒരിക്കലും നമ്മുടെ മനസ്സാക്ഷി നമ്മളെ ചീറ്റ് ചെയ്യില്ല. അത് ഉറപ്പാണ്. ആരൊക്കെ നമ്മളിൽ നിന്ന് പോയാലും ആ ഒരു സോൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുതന്നെയാണ് ഇന്ന് അവർക്കും സംഭവിക്കുന്നത്. അവർ യൂണിവേഴ്സൽ സറണ്ടർ ആയിട്ടുണ്ട്. അവരുടെ തീരുമാനങ്ങൾക്ക് കുറച്ച് വാല്യൂ ഒക്കെ കൊടുത്തു തുടങ്ങി. അതൊന്നും മറ്റുള്ളവർക്ക് ആദ്യമൊന്നും ചെയ്യാത്തൊരു കാര്യമാണ്. മറ്റുള്ളവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇന്ന് അവർക്ക് തിരിച്ചറിവ് വരുന്ന എനർജി ആയിട്ട്, വെയിറ്റിംഗ് എനർജി ആയിട്ട് കാണിക്കുകയാണ് സ്റ്റാറാണ്. അവരുടെ എക്സ്പെക്ടേഷനെ കാണിക്കുകയാണ്. അവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ അവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു ഹോപ്പ് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് റൈറ്റ് പാത്താണെന്ന് ഫീൽ ചെയ്യുന്നു. ഇൻസ്പിറേഷൻ വന്നതുപോലെ ഫീൽ ചെയ്യുന്നു. ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങളും അവരും പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളും ഹീൽ ചെയ്യുന്നുണ്ട്, അവരും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു മിറാക്കിൾ പ്രതീക്ഷിക്കാം. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. വരും. ഇവിടെ ഹെർമിറ്റിന്റെ എനർജി നിങ്ങളുടെ എനർജിയാണ്. ബിസി ലൈഫിൽ നിന്നും സമൂഹത്തിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആരും നമ്മുടെ കൂടെയില്ല എന്നുള്ള തിരിച്ചറിവാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക്, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ പൂർണ്ണമായിട്ടും നമ്മൾ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറുന്നത്. ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഹീലിംഗ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾ സറണ്ടർ ആകുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ പോസിറ്റീവ് ഓറയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത്. ആ പോസിറ്റീവ് ഓറ നിങ്ങളിലേക്ക് പ്രവർത്തിക്കുമ്പോഴാണ് ചുറ്റുമുള്ളവര് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അല്ലേ? ഇവിടെ സൗന്ദര്യത്തിലല്ല പ്രാധാന്യം, വ്യക്തികളുടെ പ്രവൃത്തിക്കാണ്. നിങ്ങളുടെ പ്രവൃത്തി നല്ലതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ തന്നെ നമ്മളിലേക്ക് നല്ല വ്യക്തികൾ തിരിച്ചു വരും. ആ ഒരു വ്യക്തി മോശമെന്നല്ല പറയുന്നേ, തെറ്റുകൾ സംഭവിക്കാത്തവരില്ല. ഇപ്പോൾ നിങ്ങൾ നല്ല ഒരു വ്യക്തിയാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കൂടെ ഒരു മോശം വ്യക്തി വന്നാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശം കാര്യം പറഞ്ഞു തന്നാൽ മതി. ആ ഒരു വ്യക്തി ഇങ്ങനെയാണ് ട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മൾ അത്രയും പോസിറ്റീവായിട്ട് നിൽക്കുന്ന നമ്മുടെ മനസ്സിൽ പോലും ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ആയിട്ടുള്ളത്? അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിലേക്ക് കിട്ടാതെ വരും. അതുപോലെ തന്നെയാണ് അവരും. അവരെ ഉപദേശിക്കാനും ഓരോന്ന് പറഞ്ഞു കൊടുക്കാനും വ്യക്തികളുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് മനസ്സിലായിട്ടില്ല. ആ ഒരു കാരണവും അവരുടെ പ്രോഗ്രസ് നോക്കിയിട്ടും അവർ പോയിട്ടുണ്ട്. അപ്പൊ തെറ്റ് തിരുത്തിക്കൊണ്ട് അവർ വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് ഓറയാണ് അവിടെ അവരെ കണക്ട് ചെയ്യിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഒരുപാട് വേദന അനുഭവിച്ച നിങ്ങളുടെ എനർജി കാണിക്കുകയാണ് 10 ഓഫ് സോർട്സ്. നമ്മൾ ആർക്കൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും നമ്മളെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് എല്ലാവരും സ്നേഹിച്ചിട്ടുള്ളതും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും എല്ലാവർക്കും ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും. പക്ഷെ നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇതൊന്നും ചെയ്തിട്ടുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മോശം അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും നമുക്ക് വേദന മാത്രമേ തന്നിട്ടുള്ളൂ. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കാലം നമുക്ക് വേദന ഉണ്ടാവില്ല എന്നാണ്. നമ്മൾ യൂണിവേഴ്സിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നമ്മളിലേക്കും ആ ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. നമ്മുടെ വേദനകൾ മാറുന്നുണ്ട്. അതിനായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ. സൈക്കിൾ എന്ന് പറയുന്നത് തിരിയാണ്. കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എക്കാലവും ആർക്കും ദുഃഖവും ദുരിതവും മാത്രമല്ല ഉണ്ടാവുക. അവിടെ നമുക്ക് നമ്മളുടെ ഒരു ജീവിത വിജയവും യൂണിവേഴ്സ് കാണിച്ചു തരും. ആ ഒരു സമയമായി. നിങ്ങൾ വേദനിച്ചിരുന്ന സമയം മാറുകയാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് വരുന്ന മാറ്റം, ആ ഒരു പോസിറ്റീവ് എനർജി വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഹീറോഫിന്റെ എനർജിയിലാണ്. തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്ന എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അവര് തനിച്ചാണ്. അവരെ മനസ്സിലാക്കാനായിട്ട് ആരും ഇല്ല എന്ന് പറയുകയാണ്. ആ ഒരു തിരിച്ചറിവാണ് നിങ്ങളുടെ വാല്യൂ അവിടെ തിരിച്ചറിയപ്പെടുന്നത്. കാരണം അവരെ നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞുകൊണ്ട് അവരെന്ന വ്യക്തിയെ മാത്രം സ്നേഹിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങൾ.
ഇവിടെ സൗന്ദര്യത്തിനല്ല പ്രാധാന്യം നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, വ്യക്തിയുടെ സ്നേഹത്തിനും അവരുടെ കരുതലിനുമാണ്. എത്ര കണ്ട് നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട്? അതുമില്ല. നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതിൻ്റെ ഒരംശം പോലും നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് അവരുടെ കരിയറിലാവാം, എഡ്യൂക്കേഷനോ ട്രേഡിംഗ് എന്നുള്ള എനർജിയും കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിലും അവർ ബിസിയാണ്. അതിനിടയിൽ അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്നു. അവർ നിങ്ങളും സംസാരിച്ചിരുന്ന നിമിഷത്തെ അവർ ഓർക്കുന്നു. അപ്പോഴാണ് നിങ്ങളെ മിസ് ചെയ്തതായിട്ട് കാണിക്കുന്നത്. അവർ തിരിച്ചു വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡിലും പറയുന്നത്. അവർക്ക് നിങ്ങളോട് തോന്നുന്ന സ്നേഹത്തെയാണ് ക്യൂർ ഓഫ് കപ്സ് പറയുന്നത്. കപ്സ് എന്ന് പറഞ്ഞാൽ അത്രയേറെ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് അവർ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവരുടെ വലതുകൈയിലിരിക്കുന്ന ആ ഒരു ലവ് കണ്ടോ? അവരുടെ സ്നേഹമാണ്. പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. റീഡിംഗ് കാണുന്ന എല്ലാവർക്കും ഇത് സാധ്യമാകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എത്ര പേര് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഹീലിംഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യാൻ പാടില്ല, ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഹീലിംഗ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ മാത്രം അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് ആരാണോ തിരിച്ചു വരേണ്ടത് അവരും ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക്, പോസിറ്റീവ് എനർജിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നവർക്ക്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് ആ വ്യക്തിയുടെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു സ്നേഹത്തിന്റെ ആഴം അവർ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു എന്നുള്ളൊരു എനർജിയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. ഇവിടെ 2 കാർഡാണ് റിവേഴ്സ് വന്നിട്ടുള്ളത്. ഇവിടെ പേജ് ഓഫ് സോർട്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു കാർഡ് നമ്മൾ വായിക്കുമ്പോൾ താഴെ വീണിരുന്നു ഏസ് ഓഫ് വാൻസ്. അപ്പോൾ ഈ 2 കാർഡും ഒരുമിച്ച് ചേർത്ത് വായിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് കാണിക്കുകയാണ്. എന്താണ് അവരിലേക്ക് ഒരു മാറ്റം വരാൻ കാരണം എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി പറയുകയാണ് ആ ഒരു പേഴ്സൺ മാറിപ്പോയിട്ടുള്ളത് ഗോസിപ്പിനെ ഭയന്നിട്ടാണ്, സമൂഹത്തെ ഭയന്നിട്ടാണ് എന്ന് പറയുന്നു. ഇവിടെ ആ ഒരു സമയത്ത് അവർക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കിയിട്ടുണ്ടായില്ല. ഒന്നും നിങ്ങളോട് പറയാൻ പോലും അവർക്ക് സാധിക്കാത്തൊരു സാഹചര്യം ആയിരുന്നു എന്ന് പറയാണ്. റീസൺ ഉണ്ടോ? റീസൺ ഇല്ല. ക്വിക്കായിട്ടും സൈലൻ്റ് ആയിട്ടും മാറിപ്പോയി എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അവരിലെ അവസരങ്ങൾ നോക്കിയിട്ടാണ് പോയിട്ടുള്ളത്. എന്നിട്ടാണ് തിരിച്ചറിവ് വന്നിട്ടുള്ളത്. അവിടെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ കരിയറിലാണ് പറയുന്നത്. ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് തന്നിട്ടുള്ള വ്യക്തി നിങ്ങളാണ് എന്ന് അവിടെ നിന്നാണ് തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് വന്നിട്ടുള്ള തിരിച്ചറിവല്ല. ഓരോ ദിവസം അവർക്ക് നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ഒരുപാട് സ്പിരിച്വൽ എക്സ്പീരിയൻസിലൂടെ അവർ പോയിട്ടുണ്ട്. യൂണിവേഴ്സ് അവരെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ലെസൺസ് പഠിപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ക്യൂരിയോസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഒരു ദിവസം പോലും സേവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് ഉണ്ടായി എന്ന് പറയുന്നു. അത്രയേറെ കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അവർക്ക് തിരിച്ചറിവ് വരാനായിട്ട് യൂണിവേഴ്സ് തന്നെ ഓരോരോ സാഹചര്യങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. സാഹചര്യം വരുമ്പോഴാണ് തിരിച്ചറിവ് വരിക, അല്ലേ? അപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുക. ഏസ് വാൻസ് പറയുന്നു അവരൊരു ബ്രില്യൻ്റ് ഫ്യൂച്ചർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചെയ്തിട്ട് തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരിലേക്ക് എന്തുകൊണ്ടാണ് ഒരു ബ്ലോക്കേജ് വന്നത് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ട് മറ്റുള്ള വ്യക്തികളുടെ വാക്കു ഞാൻ കേട്ടു മാറിപ്പോയി എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയിലേക്ക് അവരെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ബ്ലോക്കേജിനെ മാറ്റുവാനായിട്ട് തയ്യാറായി എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇവിടെ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മാറിപ്പോയിട്ടുള്ളത്, അവിടെ പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്ന എനർജി ആയിട്ട് കാണിക്കുകയാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ വാല്യൂ അവർ തിരിച്ചറിയുന്നു എന്ന് പറയുകയാണ്. ടൈം കാർഡും കൂടി എടുക്കുകയാണ്. In December month, date ആണ് on date 2/11/2029 of this or next month. Take your mother or mother like lady help. Within 5 months. Date ആണ് on 9/18/27 of this month or next. Take your brother or brother like person help. അപ്പം ഇങ്ങനെയാണ് ഡേറ്റ്സ് കിട്ടിയിട്ടുള്ളത്. ഇതിലേത് ഡേറ്റ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വാലിഡ് എങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ട് കളയാം. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചറിവും നിങ്ങളുടെ സ്നേഹം അത്രയും ആഴത്തിലുള്ളതാണ് എന്നവർ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിലേക്ക് അവരെത്തിച്ചിട്ടുള്ളത് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും പ്രാർത്ഥനയുമാണ്. നിങ്ങൾ യൂണിവേഴ്സിലാണ് ട്രസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളേക്ക് സാധ്യമായി കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്.
ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു കൊടുക്കാം. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. നിങ്ങളുടെ സ്വന്തം നിംസ്.